പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന രവി നദിയെ അണകെട്ടി തടഞ്ഞ് ഇന്ത്യ. 45 വർഷമായി പണി നടന്നുകൊണ്ടിരിക്കുന്ന രവി നദിയിലെ ഷാപ്പൂർ കാണ്ടി ബാരേജ് അണക്കെട്ട് ഉടൻ പൂർത്തിയാകുന്നതോടെ നദി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് ഇന്ത്യക്ക് തടയുവാനാകും. ഇതുവരെ പാകിസ്ഥാന് അനുവദിച്ചിരുന്ന വെള്ളം ഇനി മുതൽ ജമ്മു കാശ്മീരിൽ കാർഷിക ജലസേചനത്തിന് ഉപയോഗിക്കും. ജമ്മു കാശ്മീരിലെ കത്വ, സാംബ ജില്ലകളിലെ 32,000 ഹെക്ടർ കൃഷി സ്ഥലത്തേക്ക് ഈ വെള്ളം വിനിയോഗിക്കുവാനാണ് പദ്ധതി. കഴിഞ്ഞ 70 വർഷമായി ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർക്ക് അവകാശപ്പെട്ട വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുമെന്ന് ഹരിയാനയിലെ ചാർഖി ദാദ്രിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഈ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. ഹിമാലയത്തിൽ ഉത്ഭവിച്ച് ഹിമാചൽ പ്രദേശിലൂടെയും പഞ്ചാബിലൂടെയും ഒഴുകുന്ന രവി നദി ഇൻഡോ പാക് അതിർത്തിയിലൂടെ 80 കിലോമീറ്റർ ഒഴുകിയ ശേഷമാണ് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദിയുടെ പോഷക നദിയായ രവിയുടെ ആകെ നീളം 725 കിലോമീറ്റർ ആണ്. ഇതിൽ 341 കിലോമീറ്റർ ഇന്ത്യയിലൂടെയാണ് ഒഴുകുന്നത്. പാകിസ്ഥാനിൽ പ്രവേശിക്കുന്ന നദി ലാഹോറിലൂടെ കടന്നുപോയി അഹമ്മദ്പൂർ സിയാലിൽ വെച്ച് ചിനാബ് നദിയിൽ പതിക്കുന്നു. പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിലാണ് രവി നദിയിലെ ഷാപ്പൂർ കാണ്ടി ബാരേജ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അണക്കെട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 20% ജമ്മു കാശ്മീരിന് ലഭിക്കും. കൂടാതെ ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും കാർഷിക മേഖലയ്ക്ക് ആശ്വാസമായിരിക്കും ഈ അണക്കെട്ട് വഴിയുള്ള ജലസേചന പദ്ധതി. 1960 ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഒപ്പുവെച്ച ഇൻഡസ് ജല ഉടമ്പടി പ്രകാരം രവിയിലെ ജലത്തിൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശമുണ്ട്. രവിയിലെ മാത്രമല്ല, ബിയാസിലെയും സത്ലജിലെയും ജലത്തിന്റെ മേൽ ഇന്ത്യക്ക് തന്നെയാണ് പരിപൂർണ അധികാരം. അതുപോലെ സിന്ധു, ഝലം, സിനാബ് എന്നീ നദികളുടെ ജലത്തിന്മേൽ പാകിസ്ഥാനും അവകാശമുണ്ട്. 1979 രവി നദീ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയുവാൻ പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും സർക്കാരുകൾ രഞ്ജിത് സാഗർ അണക്കെട്ടും ഷാപ്പൂർ കണ്ടി ബാരേജും നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചിരുന്നു. 1982 ഇന്ദിരാഗാന്ധി പദ്ധതിക്ക് തറക്കല്ലിട്ടിരുന്നു. 1998 പദ്ധതി പൂർത്തിയാകുമെന്നാണ് കരുതിയിരുന്നത്. രഞ്ജിത് സാഗർ 2001 പൂർത്തിയായെങ്കിലും ഷാപ്പൂർ കണ്ടി ബാരേജ് അപ്പോഴും യാഥാർത്ഥ്യമായിരുന്നില്ല. 2008 ഷാപ്പൂർ കണ്ടി ബാരേജ് പദ്ധതി ദേശീയ പദ്ധതിയായി പ്രഖ്യാപിക്കുകയും 2003 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പഞ്ചാബും ജമ്മു കാശ്മീരുമായി തുടരുന്ന തർക്കങ്ങളാണ് പദ്ധതി വൈകുവാൻ കാരണമായത്. എന്നാൽ കേന്ദ്രം ഇടപെട്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അണക്കെട്ട് നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. 2018 കേന്ദ്ര സർക്കാരിന്റെ മധ്യസ്ഥതയിൽ 2 സംസ്ഥാനങ്ങളും കരാർ ഉണ്ടാക്കുകയും തുടർന്ന് ഷാപ്പൂർ കണ്ടി ബാരേജ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. മൾട്ടിപർപ്പസ് റിവർ വാല്യൂ പദ്ധതിയുടെ ഭാഗമായ ഈ അണക്കെട്ടിന് 55.5 മീറ്റർ ഉയരമുണ്ട്. 206 മെഗാവാട്ട് ശേഷിയുള്ള 2 ജലവൈദ്യുത പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം അവകാശപ്പെട്ട ജലം പാകിസ്ഥാനിലേക്ക് ചോർന്നു പോകുന്നത് തടഞ്ഞ ഇന്ത്യയുടെ പ്രവൃത്തിയെ ജലതീവ്രവാദം എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ ടുഡേ എന്ന മാധ്യമത്തിലാണ് ഈ തലക്കെട്ടോടെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.